അപ്പം എൻസൺ മലയാളി ഓൺലൈനിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഹാപ്പി ഓണം. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് റെഡ്വുഡ് ടൗൺ കമ്മ്യൂണിറ്റി സെന്ററിലാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ ഓഡിറ്റോറിയം. ഇവിടെ വെച്ചാണ് മാൽബ്രോ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷം നടക്കുന്നത്. മാവേലി വരുന്നു, കാണാൻ എല്ലാവർക്കും മാവേലി. മാവേലി നിങ്ങൾ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ബ്ലെനിമിലാണ്. ബ്ലെനിം എന്ന് പറയുന്നത് വെല്ലിംഗ്ടണിൽ നിന്നും ഫെറി കയറി ഇറങ്ങി വിക്ടണിൽ നിന്നും ക്രൈസ്റ്റ് ചർച്ച് പോകുന്ന റൂട്ടിൽ ഒരു 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഒരു സിറ്റിയാണ്. എന്താ പറയുക, സിറ്റി ബിസി ലൈഫിൽ നിന്ന് മാറി നമ്മുടെ നാടിൻ്റെ ഒരു ചെറിയ ടച്ചൊക്കെ ഉള്ള ഒരു പ്രദേശം. ബ്ലെനിം എന്ന സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കിൻസി ഫോട്ടോഗ്രാഫി എന്ന ചാനലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബ്ലെനിമിലെ ഓണം കൂടാനാണ്. ന്യൂസിലൻഡിലെ തന്നെ ബാക്കിയുള്ള അസോസിയേഷൻസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഏകദേശം ഒരു 80-90 ഫാമിലീസ് അടങ്ങുന്ന ഒരു ചെറിയ അസോസിയേഷനാണ്. അങ്ങനെ എല്ലാവർക്കും തമ്മിൽ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ചെറിയ വൈബൊക്കെ കിട്ടുന്നൊരു ഓണപരിപാടിയായിരുന്നു. മാൽബ്രോ മലയാളി അസോസിയേഷൻ്റെ മിക്ക പരിപാടികളും ഇവിടെ തന്നെയാണ് നടക്കാറ്. പക്ഷേ ഈ വർഷം നല്ല സ്പോൺസേഴ്സ് ഒക്കെ ആയതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെയായിരുന്നു പരിപാടി. മാവേലിയൊക്കെ ഓൺ ടൈമിന് തന്നെ വന്നു. ആ സമയത്ത് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ കറക്റ്റായിട്ട് ഷെഡ്യൂൾഡ് ടൈമിന് തന്നെ പരിപാടി തുടങ്ങി. മാവേലിയുടെ പ്രസൻസിന് ഞങ്ങൾ വളരെയധികം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ദയവായി ഞങ്ങളുടെ പരിപാടികളെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങളുടെ എളിയ ഉപഹാരം സ്വീകരിച്ചു മടങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ഉദ്ഘാടനവും തിരുവാതിരയൊക്കെ കഴിഞ്ഞ് പ്രസിഡന്റിനെയും കമ്മിറ്റി മെമ്പേഴ്സിനെയും വക ചെറിയൊരു സ്പീച്ചും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ കലാപരിപാടികളൊക്കെ തുടങ്ങി. ഇതൊന്നും കോമ്പറ്റീഷൻ ഐറ്റം അല്ലായിരുന്നു കേട്ടോ. നമുക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് പെർഫോം ചെയ്യാം. അതെല്ലാവരും ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളും പെർഫോം ചെയ്തു. വേറെയും കസേരകളി, സ്പൂൺ നാരങ്ങ ഓട്ടം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ വന്നത് സണ്ണി ചേച്ചിക്ക് പൊട്ടുകുത്തലായിരുന്നു. സുന്ദരിക്ക് പൊട്ടുകുത്തലായിരുന്നു. അത് കഴിഞ്ഞ് അതിവാശിയേറിയ വടംവലിയായിരുന്നു. പിള്ളേരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒന്നിനൊന്നും വെച്ച്. ഈ വർഷത്തെ ഓണാഘോഷങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഇനി അടുത്ത ഉടനെ കാണാം. ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.